ബാക്ക് ടു ഓൾ. ബിൽഡിംഗ് ബൈലോസിൻ്റെ 17ാമത്തെ സെക്ഷനാണ് ഇന്നിവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ ബിൽഡിംഗ് പവർ സപ്ലൈ മെയിനിൽ നിന്നും എത്ര അകലെയാണ് നിർമ്മിക്കേണ്ടത് എന്നാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ നാഷണൽ ബിൽഡിംഗ് കോഡ് പ്രകാരം ബിൽഡിങ്ങിൻ്റെ ഏതൊരു അക്സസിബിൾ പാർട്ടും ഈ പവർ സപ്ലൈ മെയിൻ, അതായത് ഇലക്ട്രിക് ലൈൻസ് ഉണ്ടാവുമല്ലോ, അതിൽ നിന്നും ഹൊറിസോണ്ടലായിട്ട് 1.2 മുതൽ 2 മീറ്റർ അകലത്തിലും വെർട്ടിക്കലായിട്ട് 2.5 മീറ്റർ മുതൽ 3.7 മീറ്ററും അകലത്തിലായിട്ടാണ് ഉണ്ടാവേണ്ടത്. അത് നോട്ട് ചെയ്യുക, ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസും ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ് നിർണ്ണയിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എത്ര വോൾട്ടിലുള്ള കറണ്ടാണ് ആ ഇലക്ട്രിക് ലൈനിലൂടെ പോകുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും വെർട്ടിക്കൽ ഡിസ്റ്റൻസും നിർണ്ണയിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ 11 kV അതൊക്കെ ഭയങ്കര വോൾട്ടേജ് കൂടിയതാണ് അല്ലേ, അപ്പം കുറച്ചുകൂടെ വാല്യൂ കൂടും. ഇപ്പം 230 വോൾട്ടൊക്കെ ആണെങ്കിൽ വാല്യൂ കുറയും. ഓക്കെ, ഈ ഒരു മിനിമം എന്തായാലും ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 1.2 മീറ്ററും വെർട്ടിക്കൽ ഡിസ്റ്റൻസ് 2.5 മീറ്ററുമാണ് നൽകേണ്ടത്. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കുക. ഈ ഒരു ഫിഗറിൽ ഇതാണ് നമ്മുടെ ബിൽഡിങ് അല്ലേ, ബിൽഡിങ് ഇതാണ്, ഇലക്ട്രിക് ലൈൻസ് ഇതാണ്. അപ്പം ഈ ബിൽഡിങ്ങും ഇലക്ട്രിക്കൽ ലൈൻസും തമ്മിലുള്ള മിനിമം ഡിസ്റ്റൻസ്, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 1.2 മീറ്റർ അല്ലേ. വെർട്ടിക്കൽ ഡിസ്റ്റൻസ് നമ്മൾ മിനിമം എത്രയാണ് പറഞ്ഞത്? 2.5 മീറ്റർ. എന്തിനാണ് ഇത്തരത്തിലുള്ള വാല്യൂസ് ഡിസ്റ്റൻസ് ആയിട്ട് നൽകുന്നത്? അതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഈ ഒരു ബാൽക്കണിയിൽ ചിൽഡ്രൻസ്, അതായത് കുട്ടികളൊക്കെ കളിക്കുമ്പോഴും അതേപോലെ തന്നെ നമ്മൾ നനഞ്ഞ തുണികൾ, വാഷ് ചെയ്ത തുണികൾ അതിവിടെ ഉണക്കാനിടുമ്പോഴും ഒക്കെ അവരുടെയൊക്കെ സേഫ്റ്റിക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസ്റ്റൻസ്, ഇലക്ട്രിക് ലൈൻസ് ഇത്ര അകലത്തിൽ നമ്മൾ നൽകുന്നത്. അതൊന്നും ഓർത്ത് വയ്ക്കും. ഓക്കെ, അപ്പം 33 കിലോ വോൾട്ടിനും കൂടുതൽ വോൾട്ടേജ് ആണ് ഉള്ളതെങ്കിൽ ഓരോ 0.3 മീറ്ററും നമ്മൾ എന്തിലൂടെ ആഡ് ചെയ്യും? ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിൻ്റെ അപ്പോഴും വെർട്ടിക്കൽ ഡിസ്റ്റൻസിൻ്റെ കൂടെയും നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, അതോടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഈ ഒരു ടേബിൾ നിങ്ങളൊന്ന് ജസ്റ്റ് എഴുതി വയ്ക്കണം. നമ്മൾ സിവിലായിട്ട് ബന്ധപ്പെട്ടതല്ല, പക്ഷേ നമ്മളെ നാഷണൽ ബിൽഡിംഗ് കോഡ് ഇത്ര ഡിസ്റ്റൻസിലാണ് നൽകിയിട്ടുള്ളത്. അപ്പം ഫസ്റ്റ് കോളം നോക്കുക, വോൾട്ടേജ് ഓഫ് ഇലക്ട്രിക് ലൈൻ ആണ്, മിനിമം ഡിസ്റ്റൻസ് ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ലോ വോൾട്ടേജ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് 2.5 മീറ്റർ ആണ്, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 1.2 മീറ്റർ ആണ്. ഇനി ഹൈ വോൾട്ടേജ് ആണ്. ഹൈ വോൾട്ടേജ് പറഞ്ഞാൽ ഏത് വരെ പോവാം? 11 കിലോ വോൾട്ട്. 11 കിലോ വോൾട്ട് എന്ന് പറയുമ്പോൾ 11,000 വോൾട്ടാണ് അല്ലേ. അപ്പോൾ 11,000 വോൾട്ട് ആണെങ്കിൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് 3.7 മീറ്ററും ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 1.2 മീറ്ററുമാണ് ഉള്ളത്. ഇനി നമ്മൾ എബവ് 33 വോൾട്ട് ആണെങ്കിൽ, അതാണ് മൂന്നാമത്തെ കേസ്. ഇതാണ് മൂന്നാമത്തെ കേസ്. എബവ് 33 കിലോ വോൾട്ട് ആണെങ്കിൽ നമ്മൾ ഈ 3.7 മീറ്ററിനോടൊപ്പം 0.3 മീറ്റർ കൂട്ടാം. ഓക്കെ, അപ്പം അതിനു മുന്നേ മൂന്നാമത്തെ കേസ് 11 കിലോ വോൾട്ടിനും 33 കിലോ വോൾട്ടിനും ഇടയിലുള്ളുണ്ട്. അത് നമ്മൾ പറയാൻ വിട്ടുപോയി, അതുകൂടെ ഒന്ന് നോക്കുക കേട്ടോ. അപ്പം ആദ്യം നമ്മൾ ഒന്നുകൂടെ ഞാൻ പറയാം. ആദ്യം ലോ മീഡിയം ആണ്, അത് 2.5 മീറ്ററും വെർട്ടിക്കൽ ഡിസ്റ്റൻസ് 2.5 മീറ്ററും ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 1.2 മീറ്ററുമാണ്. ഇനി ഹൈ വോൾട്ടേജ്, അതായത് 11 കിലോ വോൾട്ട് വരെ ആണെങ്കിൽ 3.7 മീറ്ററും 1.2 മീറ്ററുമാണ്. ഇനി 11 കിലോ വോൾട്ടിൻ്റെയും 33 കിലോ വോൾട്ടിൻ്റെയും ഇടയിലാണെങ്കിൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് 3.7 മീറ്റർ തന്നെയാണ്, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 2.2 മീറ്റർ. ഓക്കെ, ഇനി 33 കിലോ വോൾട്ടിനും കൂടുതലാണ്
ഇലക്ട്രിക് സപ്ലൈ ലൈനിലെ വോൾട്ടേജ് എങ്കിൽ നമ്മൾ 3.7 0.3 മീറ്റർ കൂട്ടണം ഫോർ എവരി അഡീഷണൽ 33 വോൾട്ട്. ഓക്കെ, അതേപോലെ 2 മീറ്ററിനോടൊപ്പം 0.3 മീറ്റർ കൂട്ടണം എവരി 33 കിലോ വോൾട്ടിനോടൊപ്പം. ഓക്കെ, അപ്പോൾ ഈ 4 കേസുകളൊന്ന് പഠിക്കാം. നമ്മൾ ഇതുവരെ പറഞ്ഞതിൻ്റെ സമ്മറൈസ് ചെയ്തിട്ടുള്ള ടേബിളാണിത് അല്ലേ. ലോ, മീഡിയം, ഹൈ വോൾട്ടേജ്, പിന്നെ 11 കിലോ വോൾട്ടിൻ്റെയും 33 കിലോ വോൾട്ടിൻ്റെയും വാല്യൂ ഒന്ന് നോട്ട് ചെയ്യുക. പിന്നെ ലാസ്റ്റ് പറഞ്ഞ 33 കിലോ വോൾട്ടിൽ കൂടുതലാണെങ്കിൽ ഓരോ 33 കിലോ വോൾട്ടിനോടൊപ്പം 0.3 മീറ്ററോടെ ആഡ് ചെയ്യുക. അവിടെ 0.3 മീറ്ററാണ്, അതൊന്ന് നോട്ട് ചെയ്യുക. ഇനി വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. നമ്മളിപ്പം ബിൽഡിങ്ങും ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോഴും പ്ലാനൊക്കെ വരയ്ക്കുമ്പോഴൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട വാല്യൂ ആണ്. ഓക്കെ, അതാണ് നമ്മളിനി പറയാൻ പോകുന്നത് ഈ ഒരു സെക്ഷനിൽ കേട്ടോ. ഇത് നല്ലോണം ഓർത്ത് വെച്ചോളാം. ഇത് ക്വസ്റ്റ്യൻസ് ആയിട്ട് നിർബന്ധമായിട്ടും ഉണ്ടാവും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഓക്കെ, നമുക്ക് ഫൗണ്ടേഷൻ എന്താണെന്ന് അറിയാം അല്ലേ. ഫൗണ്ടേഷൻ എന്താണ്? നമ്മുടെ സൂപ്പർ സ്ട്രക്ചറിലുള്ള ലോഡ് നമുക്ക് ഗ്രൗണ്ട് ലെവലിന് താഴെ സോയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഫൗണ്ടേഷൻ വഴിയാണ് അല്ലേ. ഒരു ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഫൗണ്ടേഷൻ. ആ ഫൗണ്ടേഷൻ്റെ മിനിമം ഡെപ്ത് NBC പ്രകാരം 60 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ. ഓക്കെ, ഇനി അടുത്തത് പ്ലിന്ത്. പ്ലിന്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ കേസൊക്കെ ആണെങ്കിൽ ഫൗണ്ടേഷൻ നമ്മൾ താഴെയുണ്ട്, ഗ്രൗണ്ട് ലെവലിന് താഴെയുണ്ട്, മുകളിലുണ്ട് അല്ലേ. അപ്പോൾ ഗ്രൗണ്ട് ലെവലിന് താഴെയുള്ള ഭാഗമാണ് ഫൗണ്ടേഷൻ, മുകളിലുള്ള ഫൗണ്ടേഷൻ്റെ ഭാഗമാണ് പ്ലിന്ത്. ഓക്കെ, അപ്പം പ്ലിന്തിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് പ്ലിന്തിൻ്റെ ഹൈറ്റ് ചോദിക്കുകയാണെങ്കിൽ ശരിക്കും 45 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ എടുക്കാറ് അല്ലേ. പക്ഷേ അബർട്ടിംഗ് സ്ട്രീറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അത് 30 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ സാധാരണ ഗ്രൗണ്ടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പ്ലിന്തിൻ്റെ ഹൈറ്റ് ഗ്രൗണ്ട് ലെവലിൻ്റെ മുകളിൽ 45 സെൻറ്റിമീറ്റർ ആണ്. അബർട്ടിംഗ് സ്ട്രീറ്റിൻ്റെ ബേസിലാണെങ്കിൽ അത് 30 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ എന്തിൻ്റെയൊക്കെ ഹൈറ്റ് പഠിച്ചു? ഫൗണ്ടേഷന് മിനിമം എത്ര ഹൈറ്റ് കൊടുക്കണം, പ്ലിന്തിന് എത്ര ഹൈറ്റ് കൊടുക്കണം, പിന്നെ ആ 2 കേസ് പഠിച്ചു അല്ലേ. ഓക്കെ, ഇനി അടുത്തത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ റൂമിനൊക്കെ എത്ര ഏരിയ നമ്മൾ കൊടുക്കാം. ഓക്കെ, അപ്പോൾ റൂമിൻ്റെ ഏരിയ 9.5 മീറ്റർ സ്ക്വയർ ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. നമ്മൾ താമസിക്കുന്ന ബിൽഡിങ്ങിന് മിനിമം റൂമിൻ്റെ ഏരിയ 9.5 മീറ്റർ സ്ക്വയർ ആയിരിക്കണം. അത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതൊന്ന് നന്നായിട്ട് നോട്ട് ചെയ്തോളാം. പിന്നെ അതിൻ്റെ വീതി 2.4 മീറ്റർ ആണ്. നെക്സ്റ്റ് പോയിന്റ്, ഈ 2 പോയിന്റ് ഓർത്ത് വയ്ക്കുക. മൂന്നാമത്തത് ആ റൂമിൻ്റെ ഉയരം 2.75 മീറ്റർ ആയിരിക്കണം. റൂമിൻ്റെ കേസിൽ ഈ 3 വാല്യൂസും ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചോളാം. ഏരിയ എത്രയാണ്, വീതി എത്രയാണ്, ഉയരം എത്രയാണ്. അടുത്തത് കിച്ചൺ. കിച്ചണും ഉയരം എത്ര തന്നെയാണ്? 2.75 മീറ്റർ തന്നെയാണ്. അതിൽ വ്യത്യാസമൊന്നുമില്ല. അതിൻ്റെ വീതി 1.8 മീറ്റർ ആണ്. ഓക്കെ, ഇനി നമ്മൾ കിച്ചണ് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റോർ റൂമൊക്കെ കൊടുക്കുകയാണെങ്കിൽ കിച്ചണിന് 4.5 മീറ്റർ സ്ക്വയർ ഏരിയ കൊടുത്താൽ മതി. 4.5 മീറ്റർ സ്ക്വയർ ഏരിയ കൊടുത്താൽ മതി സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സ്റ്റോർ റൂമൊക്കെ കൊടുക്കുന്ന സമയത്ത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എത്ര കൊടുക്കും? 5 മീറ്റർ സ്ക്വയർ ആണ് കിച്ചണിൻ്റെ ഏരിയ കൊടുക്കാറ്. അപ്പോൾ കിച്ചണിൻ്റെ ഏരിയ എത്രയാണ്? സെപ്പറേറ്റ് ആയിട്ട് സ്റ്റോർ റൂം കൊടുക്കുകയാണെങ്കിൽ 4.5 മീറ്റർ സ്ക്വയറും അല്ലെങ്കിൽ 5 മീറ്റർ സ്ക്വയർ. വീതി 1.8 മീറ്റർ സ്ക്വയർ, 1.8 മീറ്റർ ഏരിയ ആണ് സ്ക്വയർ മീറ്ററിൽ പറയാം. ഓക്കെ, പിന്നെ ഉയരം 2.75 മീറ്റർ, അത് റൂമിൻ്റെ ഉയരം തന്നെയാണ്. ഇനി ബാത്റൂമും ലാട്രൈൻസും. അപ്പോൾ നിങ്ങൾ എന്താണ് ഈ ലാട്രൈൻസ്? നമ്മളെ വാട്ടർ ക്ലോസറ്റ്
വാട്ടർ ക്ലോസറ്റ് പറയുമ്പം അതാണ് ലാട്രൈൻസ് എന്ന് പറയുന്നത്. ബാത്റൂം എന്ന് പറഞ്ഞാൽ കുളിമുറി അല്ലേ. ഓക്കെ, അപ്പോൾ ഈ വാട്ടർ ക്ലോസറ്റിൻ്റെ ഏരിയ NBC പ്രകാരം എത്രയായിരിക്കണം? 1.8 മീറ്റർ സ്ക്വയർ ആയിരിക്കണം. അപ്പം ഇതിൻ്റെ ഭിത്തി എന്ന് പറഞ്ഞാൽ 1.2 മീറ്ററിൽ താഴാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഏരിയ എത്രയാണെന്ന് ആലോചിച്ചോളാം. ഏതിൻ്റെ? ബാത്റൂമിൻ്റെ ഏരിയ 1.8 മീറ്റർ സ്ക്വയർ ആണ്. പക്ഷെ അതിൻ്റെ ഒരു സൈഡ് 1.2 മീറ്ററിൽ കുറവാകരുത്. ഇനി നമ്മുടെ ലാട്രൈൻസ് അഥവാ വാട്ടർ ക്ലോസറ്റ്, അതിൻ്റെ ഏരിയ 1.1 മീറ്റർ സ്ക്വയർ ആയിരിക്കണം. പക്ഷെ അതിൻ്റെ ഒരു ഭിത്തി 0.9 മീറ്ററിൽ താഴെയാവാൻ പാടില്ല. ഓക്കെ, ഇനി ബാത്റൂമും ലാട്രൈൻസും നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് ഒരുമിച്ച് കൊടുക്കുക. രണ്ടും ഒരുമിച്ച് നൽകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതായത് ടോയ്ലറ്റും അതേപോലെ തന്നെ കുളിമുറിയും രണ്ടും ഒരുമിച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഏരിയ 2.8 മീറ്റർ സ്ക്വയർ ആയിരിക്കണം. അതിൻ്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ, ഒരു വാൾ എന്ന് പറഞ്ഞാൽ 1.2 മീറ്ററിൽ കുറവാകരുത്. ഓക്കെ, പിന്നെ അതിൻ്റെ ഉയരം, ബാത്റൂമിൻ്റെ ഉയരം 2.1 മീറ്റർ ആയിരിക്കും. 2.1 മീറ്റർ, അതാണ് ബാത്റൂമിൻ്റെ ഉയരം. അതും ഓർത്ത് വെച്ചോളാം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആട്ടോ, റൗണ്ട് ചെയ്തതൊക്കെ. ഇനി മെസനിക് ഫ്ലോർ, ഇൻ്റർമീഡിയറ്റ് ഫ്ലോറാണ് മെസനിക് ഫ്ലോർ. 2 പ്രധാനപ്പെട്ട ഫ്ലോറുകൾക്ക് ഇടയിൽ നിർമ്മിക്കുന്ന ഫ്ലോറാണ് മെസനിക് ഫ്ലോർ എന്ന് പറയുന്നത്. അപ്പം മെസനിക് ഫ്ലോറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 2.2 മീറ്ററിൽ കുറവാവാൻ പാടില്ല. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഏരിയ, ഈ ഒരു മെസനിക് ഫ്ലോർ നൽകുന്ന മെയിൻ ഫ്ലോറിൻ്റെ ഏരിയയിൽ കുറവാവാൻ പറ്റില്ല. ഈ മെസനിക് ഫ്ലോറിൻ്റെ ഏരിയ, ദ ഫ്ലോർ ഏരിയ ഓഫ് മെസനിക് ഫ്ലോർ ഷാൾ നോട്ട് എക്സീഡ് ഏരിയ ഓഫ് മെയിൻ ഫ്ലോർ ഓർ റൂം അക്കോമഡേറ്റിംഗ് ദ മെസനിക് ഫ്ലോർ. സോ എന്താ പറയുന്നത്? ഈ മെസനിക് ഫ്ലോർ കൊടുക്കുന്ന മെയിൻ ഫ്ലോറുകൾ, അതായത് 2 മെയിൻ ഫ്ലോറുകൾക്ക് ഇടയിലാണല്ലോ ഈ മെസനിക് ഫ്ലോർ നൽകുന്നത്. അപ്പോൾ ഈ മെസനിക് ഫ്ലോറിൻ്റെ ഏരിയ ഒരിക്കലും ഈ പ്രധാനപ്പെട്ട മെയിൻ ഫ്ലോറിൻ്റെ ഏരിയയേക്കാൾ കൂടുതലാവരുതെന്നാണ് പറയുന്നത് NBC പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ അതിൻ്റെ ഉയരം 2.2 മീറ്റർ ആയിരിക്കണം. ഇതാണ് ഒരു മെസനിക് ഫ്ലോർ. ഇതൊരു ഫ്ലോറാണ്, ഇത് വേറൊരു ഫ്ലോർ ആണെങ്കിൽ അതിൻ്റെ ഇടയിൽ നൽകുന്ന, താൽക്കാലികമായിട്ട് നൽകുന്ന ഫ്ലോറാണ് മെസനിക് ഫ്ലോർ. നമ്മൾ വർക്ക്ഷോപ്പുകളിലൊക്കെ അധികം ഗ്യാരേജിലൊക്കെ കാണാറുണ്ട്. റൂഫ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? റൂഫ് എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിങ്ങിലെ പ്രധാനപ്പെട്ട കോമ്പണൻ്റ് ആണ്. വെതറിൽ നിന്നൊക്കെ ക്ലൈമറ്റിൽ നിന്നൊക്കെ ആ ബിൽഡിങ്ങിനെ സംരക്ഷിച്ച് നിർത്തുന്നത് റൂഫാണ് അല്ലേ. അപ്പോൾ റൂഫിൻ്റെ റൈസ് എന്ന് പറയുന്നത് എത്രയായിരിക്കണം? ഇതാണ് സ്പാനെങ്കിൽ, സ്പാൻ L ആണെങ്കിൽ L/3 ആയിരിക്കും അതിൻ്റെ റൈസ്. ഓക്കെ, ഇതാണ് നമ്മുടെ റൂഫ്. ഓക്കെ, ബാക്കി പോർഷൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.